നമ്മൾ കറണ്ട് എങ്ങനെയാണ് ഉണ്ടാകുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് പഠിച്ചു. കറണ്ട് എന്താണ്, ഒഴുകുന്നത് എങ്ങനെയാണെന്നും ഒക്കെയുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ചാപ്റ്റർ പഠിച്ചു. ഇലക്ട്രോൺസ് ഫ്ലോ ചെയ്തിട്ടാണ് ഉണ്ടാകുന്നത്. എന്നാൽ ഈ കറണ്ട് എങ്ങനെയാണ് ഉൽപ്പാദിപ്പിക്കുന്നത് എന്നുള്ളതാണ് ഈ ചാപ്റ്ററിനകത്ത് പഠിക്കാൻ പോകുന്നത്. അതിന്റെ ആദ്യത്തെ ടോപ്പിക് അങ്ങനെയാണ്. കറണ്ട് നമുക്ക് ഇവിടെ ഏറ്റവും കൂടുതൽ കറണ്ട് ഉൽപ്പാദിപ്പിക്കുന്ന ഡാമിൽ നിന്നാണ്. കേരളത്തിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ആരുടെ ഹൗസ് ഹോൾഡ് സർക്യൂട്ട് ആണ് പഠിപ്പിക്കുന്നത്. ഹൗസ് ഹോൾഡ് മറ്റേ മാഗ്നറ്റിസം അല്ലേ, ഹൗസ് ഹോൾഡ് ആണ്. അപ്പൊ എഴുതിക്കോ, ഹൗസ് ഹോൾഡ് സർക്യൂട്ട് എന്ന് എഴുതിക്കോ. അപ്പൊ നമ്മള് ഓൾറെഡി പറഞ്ഞു, കഴിഞ്ഞ ചാപ്റ്ററിനകത്ത് നമ്മൾ കറണ്ട് എങ്ങനെയാണ് ഒഴുകുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചു. ഇലക്ട്രോൺസ് എങ്ങനെയാണോ, ഇലക്ട്രോൺസ് ഒഴുകുമ്പോഴാണ് കറണ്ട് ഉണ്ടാകുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് പഠിച്ചു. ഇനി ആ കറണ്ട് നമ്മുടെ നാട്ടിലൊക്കെ എങ്ങനെയാണ് ഉൽപ്പാദിപ്പിക്കുന്നത്, അത് നമുക്ക് എങ്ങനെ അവൈലബിൾ ആവുന്നു എന്നുള്ള കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിന്റെ തുടക്കത്തിൽ പറയുന്നത്. പിന്നീട് നമ്മുടെ വീട്ടിൽ അത് എങ്ങനെയൊക്കെ ഉപയോഗിക്കുന്നു, എന്തൊക്കെയാണ് ആ കറണ്ട് ഉപയോഗിക്കണമെങ്കിൽ എന്തൊക്കെ എന്താണ് ഡിവൈസുകൾ അതുമായിട്ട് കണക്ട് ചെയ്യണം, അല്ലെങ്കിൽ വീട്ടിൽ എന്തൊക്കെ ഡിവൈസുകൾ വേണം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ചാപ്റ്ററിൽ ഉടനീളം പഠിക്കുന്നത്. വലിയ കുഴപ്പമില്ലാത്ത ചാപ്റ്ററാണ്, എന്നാലും ചെറിയ ചെറിയ കോംപ്ലിക്കേഷൻസ് വരുന്ന ചാപ്റ്ററാണ്. അപ്പം എഴുതിക്കുക, നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് ട്രാൻസ്മിഷൻ, അതായത് ഡാമിൽ നിന്ന് നമ്മുടെ വീട് വരെ എങ്ങനെ ഇത് ട്രാൻസ്മിറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾ പറയാൻ പോകുന്നത്. അത് ഓൾറെഡി ഞാനത് എന്താണ് നോട്ടായിട്ട് തരുന്നില്ല, കാരണം അത് ഓൾറെഡി ആ പടത്തിനകത്തുണ്ട്, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിനകത്തെ ഫസ്റ്റ് പടത്തിനകത്തുണ്ട്. അതുകൊണ്ട് അത് നോട്ട് എഴുതേണ്ട ആവശ്യമില്ല. എങ്ങനെയാണ് അത് ഇത് ചെയ്യുന്നതെന്നുള്ള കാര്യവും ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് മാത്രമേ ഞാൻ തരുന്നുള്ളൂ. ഓക്കെ, അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഡാമില് ഹൈറ്റില് എന്താണ് വെള്ളം കെട്ടി നിർത്തിയിരിക്കുകയാണ്. ആവശ്യാനുസരണം ഡാമിൽ നിന്ന് ഷട്ടർ തുറന്നിട്ട് എന്ത് സംഭവിക്കും, ഇത് നേരെ ഒരു ടർബൈൻ ഉണ്ട്, ഒരു ഫാൻ, ആ ഫാനിലോട്ട് വീഴ്ത്തും. ആ ഫാനിലോട്ട് വീഴ്ത്തുമ്പോൾ എന്ത് സംഭവിക്കുന്നു പറയുമ്പോൾ, അതേല് നമ്മളൊരു ജനറേറ്റർ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ജനറേറ്ററിന്റെ അകത്തെ അർമേച്ചർ കോയിൽ കറങ്ങും. ജനറേറ്ററിന്റെ അകത്ത് അർമേച്ചർ കോയിൽ കറങ്ങുമ്പോൾ അവിടെ ഈ മെക്കാനിക്കൽ എനർജിയെ ഇലക്ട്രിക്കൽ എനർജി ആക്കി മാറ്റും. അങ്ങനെയാണ് വൈദ്യുതി ഉണ്ടാകുന്നത്. പക്ഷേ അവിടെ ഡാമിൽ വൈദ്യുതി ഉണ്ടാക്കുന്നത് 11 കിലോ വോൾട്ടിലാണ്. ഇത് എഴുതാനുള്ളതല്ല, ഇത് ശ്രദ്ധിച്ച് കേട്ടോണം. 11 കിലോ വോൾട്ടിലാണ് വൈദ്യുതി ഉണ്ടാക്കുന്നത്. ഓക്കെ ആണല്ലോ. എന്നാൽ 11 കിലോ വോൾട്ടിൽ വൈദ്യുതി ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഇപ്പം എന്റെ വീട് ഇരിക്കുന്നത് നമ്മുടെ ഇവിടെ നിന്ന് വൈദ്യുതി ഉണ്ടാക്കുന്ന മൂലമറ്റം പവർ സ്റ്റേഷനിൽ നിന്ന് ഒരു 300 കിലോമീറ്റർ ഇപ്പുറത്തായിരിക്കുന്നത്. അപ്പം 11 kV യിലാണ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതെങ്കിൽ ആ 11 kV ഈ 300 കിലോമീറ്റർ കടന്ന് ഇപ്പുറത്ത് വരുമ്പോൾ നമ്മൾ പറഞ്ഞായിരുന്നു കറണ്ടിന് ഒരു പ്രശ്നമുണ്ട്. കറണ്ട് ഒരു കണ്ടക്ടറിനകത്തൂടെ ഫ്ലോ ചെയ്ത് കഴിഞ്ഞാൽ ഹീറ്റ് ആയിട്ട് ലോസ് ആകും. അപ്പം നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ ഇവിടുന്ന് തിരുവല്ല വരെയോ അല്ലെങ്കിൽ ഇവിടുന്ന് ഒരു ആലപ്പുഴ വരെയോ ഒക്കെ നമ്മൾ ഓടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, ഓട്ടോമാറ്റിക്കലി കുറെ കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ക്ഷീണിച്ച് എവിടെയെങ്കിലും വീണ് പോകും. ഇത് തന്നെയാണ് കറണ്ടിന്റെ അവസ്ഥ. ലോങ് ഡിസ്റ്റൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, നമുക്ക് ചെറിയ കറണ്ടിലാണ് ഉൽപ്പാദിപ്പിക്കുന്നതെങ്കിൽ നമുക്ക് ലോങ് ഡിസ്റ്റൻസ് ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നറിയോ, നമ്മൾ ഈ 11 kV-നെ നമ്മൾ എന്ത് ചെയ്യുന്നറിയാമോ, ഒരു ഗ്രിഡ് സബ്സ്റ്റേഷൻ, അതായത് നമ്മൾ ഡാമിൽ നിന്ന്, ഇത് വരയ്ക്കൊന്നും വേണ്ട, ജസ്റ്റ് നിങ്ങൾക്ക് ആവശ്യമുണ്ടോ വരച്ചിട്ടോ, അല്ലെങ്കിൽ വരയ്ക്കൊന്നും വേണ്ട. ഡാമിൽ നിന്ന് വൈദ്യുതി ഉണ്ടാക്കുന്നത് ഒരു 11 kV-ലാണ്. 11 kV-യിൽ വൈദ്യുതി ഉണ്ടാക്കിയിട്ട് അത് നേരെ ഒരു ഗ്രിഡ് സബ്സ്റ്റേഷന് വരും. ഗ്രിഡ് സബ്സ്റ്റേഷന് വരും. ഈ ഗ്രിഡ് സബ്സ്റ്റേഷനിൽ അവിടെ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ എന്ന് പറയുന്ന ഒരു ട്രാൻസ്ഫോമർ ഉണ്ട്. അതായത് വോൾട്ടേജിനെ കൂട്ടാൻ ഉപയോഗിക്കും. നമുക്കറിയാം 11 kV വെച്ചിട്ട് ഇത്രയും ദൂരത്തേക്ക് എന്ത് ചെയ്യത്തില്ല, വരത്തില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടുത്തെ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വോൾട്ടേജിനെ കൂട്ടാൻ ഉപയോഗിക്കുന്ന ട്രാൻസ്ഫോമറാണ് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ. അങ്ങനെ ഈ 11 kV-നെ എന്താക്കും അറിയാമോ, 11 kV-നെ ഈ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറിനകത്തൂടെ കടത്തി വിടുമ്പോൾ അത് 132 kV ആയിട്ട് ഉയരും അതിന്റെ വോൾട്ടേജ്. കണ്ടോ, 11. ഇപ്പം ഇനി എന്ത് ചെയ്യാം, ഇപ്പൊ ഈ 132 kV-ക്ക് വേണമെങ്കിൽ ദൂരോട്ട് ട്രാൻസ്മിറ്റ് ചെയ്താലും കറണ്ട് നഷ്ടപ്പെട്ടാലും ഇവിടെ വരുമ്പോൾ കുറച്ച് കറണ്ട് കാണും. പക്ഷേ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, അതിന്റെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഇടയ്ക്കിടയ്ക്കൊക്കെ ഇങ്ങനെ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ, സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ഒക്കെ വെച്ച് അത് കൺട്രോൾ ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇങ്ങോട്ടേക്ക് നമ്മുടെ വീട് വരെ എത്തുന്നത്. ഓക്കെ ആണല്ലോ. ഇനി എന്ത് ചെയ്യാന്നറിയാമോ, ഈ 132 വെച്ചിട്ട് നേരെ എവിടെ വരുന്നറിയോ, മെയിൻ സബ്സ്റ്റേഷനിൽ വരും. ഈ മെയിൻ സബ്സ്റ്റേഷനിൽ വരുമ്പോൾ ഈ 132 kV-നെ എന്താക്കും അറിയാമോ, 33 kV ആക്കി കുറയ്ക്കും. 33 kV ആക്കി കുറയ്ക്കും. അപ്പം അതെന്തിനാ കുറയ്ക്കുന്നത്, നമുക്കറിയാലോ നമ്മുടെ വീട്ടിൽ കിട്ടുന്ന വൈദ്യുതി എത്രയാണെന്നറിയോ, വെറും 220 വോൾട്ടേ ഉള്ളൂ. അത് തന്നെ അത് തന്നെ നമുക്ക് ഏറ്റു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, നമുക്ക് മരണം സംഭവിക്കാൻ സാധ്യത കൂടുതലാണ്. സാധ്യതയല്ല, മരണം സംഭവിക്കും. 220 വോൾട്ട് നമ്മുടെ ശരീരത്തിനകത്തുള്ള കടന്നു പോയാൽ ഉറപ്പായിട്ടും എന്ത് ചെയ്യും, മരണം സംഭവിക്കും. അപ്പോൾ ഒന്ന് ആലോചിക്കുക, മാത്രമല്ല നമ്മുടെ വീട്ടിലെ ഉപകരണങ്ങളെല്ലാം ഈ 220 വോൾട്ടിൽ വർക്ക് ചെയ്യാൻ പാകത്തിനാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് എന്തായാലും ഈ 132 ഒക്കെ നമ്മുടെ വീട് നിന്ന് കത്തും. മനസ്സിലായോ, അത്രയ്ക്ക് വലിയ പവറാണ്.
അപ്പൊ അതിനെ 32 kV ആക്കി കുറച്ചു, 33 kV ആക്കി. ഈ 33 kV ആവശ്യമായിട്ടുള്ള വലിയ വലിയ ഇൻഡസ്ട്രികളും ഫാക്ടറികളും ഒക്കെ ഉണ്ട്. അവിടേക്ക് ഇവിടെ ഒന്ന് ഡയറക്റ്റ് ആയിട്ട് കൊടുക്കും. മനസ്സിലായോ? അതായത് പല പല ഇൻഡസ്ട്രികൾക്കും പല പല ഫാക്ടറികൾക്കും ഈ 33 kV ഡയറക്റ്റ് ആയിട്ട് ആവശ്യമുണ്ട്. അവർക്ക് 33 kV കൊടുക്കും. ഇനി ബാക്കി എന്ത് ചെയ്യുന്നറിയോ? നമ്മുടെ വീടിനടുത്തൊരു സബ്സ്റ്റേഷൻ ആണ്. ഇപ്പൊ കോഴഞ്ചേരിയെ സംബന്ധിച്ച് പറയാൻ, കോഴഞ്ചേരിയിൽ തെക്കേമലയിൽ ഒരു സബ്സ്റ്റേഷൻ ഉണ്ട്. ആ തെക്കേമല സബ്സ്റ്റേഷനിലേക്ക് ഈ 33 kV വന്ന് എന്ത് ചെയ്യുന്നറിയോ? അവിടെ ഒരു സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ഉണ്ട്. സ്റ്റെപ്പ് ഡൗൺ, അവിടെയും സ്റ്റെപ്പ്. ഈ 33 kV എന്താക്കും അറിയാമോ? 33 kV സോറി സബ്സ്റ്റേഷൻ അല്ല, ഇവിടെ ഇതിനിടയ്ക്ക് ഒരു ഇന്റർമീഡിയറ്റ് സബ്സ്റ്റേഷൻ ഉണ്ടായിരുന്നു. ഒരു സെക്കൻഡ്. ഇന്റർമീഡിയറ്റ് ഇത് മെയിൻ സബ്സ്റ്റേഷനിൽ ഇന്റർമീഡിയറ്റ് സബ്സ്റ്റേഷനിലാണ് വരുന്നത്. ഇന്റർമീഡിയറ്റ് സബ്സ്റ്റേഷനിലാണ് വരുന്നത്. ഇന്റർമീഡിയറ്റ് സബ്സ്റ്റേഷൻ വെച്ചിട്ട് അത് 31 kV എന്താക്കും അറിയാമോ? 11 kV ആക്കി വീണ്ടും കുറയ്ക്കും. ഓക്കെ ആണല്ലോ? ഇനി ആ 11 kV നമ്മുടെ വീടിനടുത്തുള്ള ഒരു സബ്സ്റ്റേഷനിലേക്ക് വരും. അതിനെ നമ്മൾ സിറ്റി സബ്സ്റ്റേഷൻ എന്നാണ് പറയുന്നത്. സിറ്റി സബ്സ്റ്റേഷൻ എന്നാണ് പറയുന്നത്. അവിടെ വെച്ച് ഈ 11 kV എന്താക്കും അറിയാമോ? 220 വോൾട്ട്. മനസ്സിലായി? എന്നിട്ട് നമ്മുടെ അടുത്ത ട്രാൻസ്ഫോമറിൽ നിന്നാണ്, നമ്മുടെ വീടിനടുത്തൊരു ട്രാൻസ്ഫോമർ ഉണ്ടെങ്കിൽ ആ ട്രാൻസ്ഫോമറിൽ ഇപ്പൊ നമ്മൾ ഇലക്ട്രിക് പോസ്റ്റ് ഇങ്ങനെ 2 ലൈനാണ്. മുകളിൽ കണ്ടോ ഇങ്ങനെ ഒരു സാധനം, മുകളിൽ തന്നെ ഇങ്ങനെ ആയിരിക്കും പോകുന്നത്. ഇങ്ങനെ ആയിരിക്കും പോകുന്നത് മുകളിൽ. നമ്മുടെ വീടിനടുത്ത് ഇലക്ട്രിക് പോസ്റ്റ്, നിങ്ങൾ നാളെ വീടിന്റെ വെളിയിൽ ഇറങ്ങുന്ന സമയത്ത് ഇലക്ട്രിക് പോസ്റ്റ് എങ്ങനെയായിരിക്കുന്നത് ഒന്ന് ശ്രദ്ധിക്കുക. ഒരു ഇലക്ട്രിക് പോസ്റ്റ് ഇങ്ങനെയും ഇതിലൊരു വള്ളിയും, ഇവിടെ ഒരെണ്ണം ഇവിടെ ഒരെണ്ണം ഇവിടെ ഒരെണ്ണം കൂടെ, എന്നിട്ട് 3 വയർ ഇങ്ങനെ പോകുന്നതാണ്. എന്നിട്ട് അതിന്റെ താഴെ ഒരു ഇതും, ഇവിടെ ഒരെണ്ണം ഇവിടെ ഒരെണ്ണം ഇവിടെ ഒരെണ്ണം ഇവിടെ ഒരെണ്ണം, കണ്ട ഇവിടെ കൂടെ 2 വയർ ഇവിടെ കൂടെ 2 വയർ ഇങ്ങനെ പോകുന്നതാണ്. ഈ മോളിൽ കൂടെ പോകുന്നത് 11 kV ആണെന്നുള്ള കാര്യം ആലോചിച്ചു. മനസ്സിലായി? ഈ താഴെ കൂടെ പോകുന്ന ഇതാണ് 220 വോൾട്ട്. ഇത് 220 വോൾട്ട് ആണ്. ഇത് റോഡിന് അപ്പുറത്തേക്ക് കണക്ഷൻ കൊടുക്കാൻ, ഇത് റോഡിന് ഇപ്പുറത്തേക്ക് കണക്ഷൻ കൊടുക്കാൻ. മനസ്സിലായി? റോഡിന് അപ്പുറത്തുള്ള വീടുകൾക്കും കടകൾക്കും കൊടുക്കാൻ, ഇത് റോഡിന് ഇപ്പുറത്തുള്ള വീടുകൾക്കും കടകൾക്കും കൊടുക്കാൻ. മനസ്സിലായോ? അങ്ങനെയാണ് പോസ്റ്റ് ഇരിക്കുന്നത്. മനസ്സിലായോ? അപ്പം ഇങ്ങനെയാണ് സംഭവം. അപ്പൊ നിങ്ങൾ ആലോചിക്കുക, എന്താണ് ഡാമിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് എത്രയിലാണ്? 11 kV-യിലാണ്. അതിനെ ഗ്രിഡ് സബ്സ്റ്റേഷന് വരുമ്പോൾ 132 ആക്കി ഉയർത്തും. അടുത്ത മെയിൻ സബ്സ്റ്റേഷന് വരുമ്പോൾ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറിന്റെ സഹായത്തോടുകൂടി 33 kV ആക്കും. 33 kV വേണ്ട വലിയ വലിയ ഇൻഡസ്ട്രികൾ ഉണ്ട്, അവിടേക്ക് അവിടുന്ന് ഡയറക്റ്റ് ആയിട്ട് കൊടുക്കും. പിന്നീട് 33 kV അല്ലല്ലോ, നമ്മുടെ വീടുകളിലേക്ക് ആവശ്യത്തിന് വേണ്ടി വരണമെന്നുണ്ടെങ്കിൽ വീണ്ടും കുറയ്ക്കണം. അങ്ങനെ 33 kV-നെ 11 kV ആക്കിയിട്ട് നമ്മുടെ വീടിനടുത്ത ട്രാൻസ്ഫോമർ എന്ത് ചെയ്യും? ആ പരിപാടി ചെയ്യും. എന്നിട്ട് ആ ട്രാൻസ്ഫോമറിൽ നിന്ന് എന്ത് ചെയ്യും? 220 വോൾട്ട് ഉള്ള വയറായിരിക്കും പുറത്തേക്ക് വരുന്നത്. ആ വയർ വഴി, ആ വയറെ കൂടെ കണക്ഷൻ എടുത്തിട്ടാണ് നമ്മുടെ വീട്ടിൽ എന്ത് ചെയ്യുന്നത്? നമുക്ക് കറണ്ട് കിട്ടുന്നത്. ഇത് മനസ്സിലായോ? ഇത് മനസ്സിലായോ? ഈ കാര്യം മനസ്സിലായോ? ഇത് മനസ്സിലായോ? നമ്മുടെ മിഷേൽ ഓക്കെ ആണോ? ദിവ്യ, ആരോൺ, അഭിനവ് ഓക്കെ ആണോ? ഓക്കെ. അപ്പം ഇവിടെ നിങ്ങൾ എഴുതേണ്ട ഒരു കാര്യം എന്താണെന്നറിയാമോ? നിങ്ങൾക്ക് വേണേ വേറൊരു സംശയം എന്നോട് ചോദിക്കാം. എന്നാ പിന്നെ ഈ ഡാമിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിച്ചപ്പോഴേ 132 kV ഉൽപ്പാദിപ്പിക്കാൻ പാടില്ലായിരുന്നോ? അങ്ങനെയാണെങ്കിൽ ഇത്രയും പൈസ മുടക്കി ഈ ഗ്രിഡ് സബ്സ്റ്റേഷൻ, ഡാമിനടുത്തുള്ള വലിയ സബ്സ്റ്റേഷനാണ്, മെയിൻ സ്റ്റേഷനാണ് ഗ്രിഡ് സബ്സ്റ്റേഷൻ. അപ്പൊ അത് ഒഴിവാക്കല്ലായിരുന്നോ എന്ന് ചോദിക്കും. അതിന്റെ പ്രശ്നം എന്താണെന്നറിയോ? 132 കിലോ വോൾട്ടിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിച്ചു കഴിഞ്ഞാൽ അതിനെ ഇൻസുലേറ്റ് ചെയ്യാനുള്ള ഫെസിലിറ്റി നമ്മുടെ ഡാമിലില്ല. അത് ഭയങ്കര ഹീറ്റ് ആയിരിക്കും ജനറേറ്റ് ചെയ്യുന്നത്. ആ ഹീറ്റ് വെച്ചിട്ട് ഡാമിലെ എല്ലാ സാധനങ്ങളും എന്ത് ചെയ്യും? അത് എന്താണ് ഉരുകി ഇല്ലാതാവും. അത്രയ്ക്ക് ചൂടായിരിക്കും ഉണ്ടാകുന്നത്. അപ്പം ഡാമിന് അത് ഡേഞ്ചർ, അത്രയും ചൂടുണ്ടായാൽ. ഗ്രിഡ് സബ്സ്റ്റേഷനിലും അങ്ങനെ തന്നെ ഉണ്ടാവും. പക്ഷെ പ്രശ്നം എന്താ? അവിടെ ട്രാൻസ്ഫോമർ ഒക്കെ വെച്ചിട്ട് നമുക്ക് അതിനെ കുറയ്ക്കുകയും കൂട്ടുകയും കൺട്രോൾ ചെയ്യുകയും അങ്ങനെ പല പല സംഭവങ്ങൾ ചെയ്യാം. ഡാമിൽ നിന്ന് കുറച്ച് അകന്ന. ഇവിടെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഡാമിന് അത് വലിയ പ്രശ്നമായിരിക്കും. വലിയ അതുമല്ല, ഡാമിന് എന്തെങ്കിലും പൊട്ടിത്തെറിയോ അല്ലെങ്കിൽ അവിടെ ചെറിയ സ്ഫോടനമോ ഒക്കെ നടന്നു കഴിഞ്ഞാൽ, ഡാം പൊട്ടിത്തെറിച്ച് അവിടുത്തെ വെള്ളം എല്ലാം വന്നു കഴിഞ്ഞാൽ എന്താ അറിയാലോ, ഭയങ്കര ഒരു 2018 ഒരു ഡാം തുറന്നു വിട്ടതാണ് ഇത്രയും വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാകാനായിട്ടുള്ള കാരണം. അതുപോലെ സംഭവിക്കും. മനസ്സിലായോ? അപ്പൊ അതുകൊണ്ട് അവിടെ ഇൻസുലേറ്റ് ചെയ്യാനുള്ള ഒരു ഫെസിലിറ്റി ഇല്ലാത്തതുകൊണ്ടാണ് 11 kV ഉൽപ്പാദിപ്പിക്കുന്നത്. അതും ഒരു കാരണം ഓർത്ത് വെച്ചേക്കണം. അപ്പം നിങ്ങൾ ഇവിടെ ആദ്യം എഴുതേണ്ടത് ഇങ്ങനെയാണ്, ഹെഡിങ് എഴുതേണ്ടത് ഇങ്ങനെയാണ്: ട്രാൻസ്മിഷൻ ഓഫ് പവർ ആൻഡ് ഹൗസ് വയറിംഗ്. ട്രാൻസ്മിഷൻ ഓഫ് പവർ ആൻഡ് ഹൗസ് വയറിംഗ്. ഹൗസ് വയറിംഗ്. അതില് ഒന്നാമത്തേത്, the power
ഒരു പോയിന്റ് ഇട്ട് എഴുതേണ്ടത്, ഒരു പോയിന്റ് ഇട്ട് എഴുതേണ്ടത്. ദ പവർ ഫ്രം ഫ്രം ദ generating power from the generating station is transmitted to the consumer consumer over long distances long distances not at 11 kV. കേട്ടോ, അതായത് ജനറേറ്റിംഗ് സ്റ്റേഷനിൽ നിന്ന് 11 kV-ലല്ല എല്ലായിടത്തോട്ടും ഇത് ചെയ്യുന്നത്. അതിന്റെ എന്തുകൊണ്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ but കോമ ഇട്ടിട്ട് but a voltage higher than 11 kV, so as to reduce the loss of energy in the form of heat in the line wires used for transmission. 11 kV ഉപയോഗിച്ചിട്ട് ഇത്രയും ദൂരം ട്രാൻസ്മിറ്റ് ചെയ്യാൻ എനർജി എന്തായി ഫുൾ ആയിട്ട് എന്ത് ചെയ്യും, ഹീറ്റ് ആയിട്ട് ലോസ് ആയി പോകും. അതാണ് അതിന്റെ കാരണം. അതുകൊണ്ട് തന്നെ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് അറിയാമോ, നമ്മൾ ഈ ബോക്സ് വേണമെങ്കിൽ ഒന്ന് വരച്ചു വെച്ചേക്കണം, ഈ ഒരു ബോക്സ് വേണം വരച്ചു വെച്ചേക്കണം. അതുകൊണ്ട് നമ്മൾ പവർ ജനറേറ്റിംഗ് സ്റ്റേഷനിലെ ഇത് പവർ ജനറേറ്റിംഗ് സ്റ്റേഷനാണ്, അവിടെ നമ്മൾ എന്താണ് 11 kV-യിലാണ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത്. 11 കിലോ വാട്ട് അല്ല കിലോ വോൾട്ട് ആണ്, ഓക്കെ. അത് നേരെ എവിടോട്ട് വരുന്നു, അടുത്ത സബ്സ്റ്റേഷനിൽ വരുന്നു. ഗ്രിഡ് അല്ല, ഫസ്റ്റ് സബ്സ്റ്റേഷൻ ആണ് അത്. ഗ്രിഡ് സ്റ്റേഷൻ എന്ന് പറയും. അവിടെ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറിന്റെ സഹായത്തോടുകൂടി 11 kV-നെ എന്താക്കുന്നു, 132 kV ആക്കി കൂട്ടുന്നു. ഓക്കെ, ഇനിയും അത് എന്തിന്റെ സഹായത്തോടു കൂടിയാന്ന് വേണമെങ്കിൽ എഴുതി വെച്ചോണം. സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ നമുക്ക് പഠിക്കാനുണ്ട്. ട്രാൻസ്ഫോമർ അത് കഴിഞ്ഞിട്ട് നേരെ അതെവിടെ വരുന്നെന്ന് അറിയാമോ, മെയിൻ സബ്സ്റ്റേഷനിൽ വരുന്നു. മെയിൻ സബ്സ്റ്റേഷനിൽ വരുന്നു. മെയിൻ സബ്സ്റ്റേഷനിൽ എന്താണ് 132 കിലോ വോൾട്ടിനെ എന്താക്കി മാറ്റുന്നു, 33 കിലോ വാട്ട് ആക്കുന്നു സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറിന്റെ സഹായത്തോടുകൂടി. അടുത്തത് എന്താണ്, മെയിൻ സബ്സ്റ്റേഷൻ കഴിഞ്ഞിട്ട് അത് നേരെ എവിടെ വരുന്നത്, ഇന്റർമീഡിയറ്റ് സബ്സ്റ്റേഷനിലാണ് വരുന്നത്. ഇന്റർമീഡിയറ്റ് സബ്സ്റ്റേഷൻ വെച്ചിട്ട് 33 kV-നെ അതെന്താക്കുന്നു, 11 kV ആക്കി മാറ്റുന്നു. അതേപോലെ തന്നെ ഇന്റർമീഡിയറ്റ് ചെയ്യുന്നത് സിറ്റി സബ്സ്റ്റേഷനിൽ വരുന്നു. അവിടെ എന്താണ് 11 kV-നെ എന്താക്കുന്നു അറിയാമോ, 220 വോൾട്ട് ആക്കുന്നു. എന്നിട്ട് ടു കൺസ്യൂമർ. ഇതാണ് അവിടെ നടക്കുന്നത്, ഓർത്തോണം.
ഓക്കെ, നമുക്ക് അറിയാം. നമുക്ക് ഇനി എന്താ പവർ ഡിസ്ട്രിബ്യൂഷൻ ടു എ ഹൗസ്, വീട്ടിലേക്ക് എങ്ങനെയാണ് കൊടുക്കുന്നത്, എന്തൊക്കെയാണ് നോക്കേണ്ടത്. പവർ ഡിസ്ട്രിബ്യൂഷൻ 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 ടു എ ഹൗസ്. പവർ ഡിസ്ട്രിബ്യൂഷൻ ടു എ ഹൗസ്. വീട്ടിലേക്ക് എങ്ങനെയാണ് സംഭവിക്കുന്നത്. ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഇത് മനസ്സിലാക്കിയാൽ മതി. ഇതെന്റെ വീടാണ് അല്ലെ, ഇതെന്റെ വീടാണ്. ഇത് വീടിന്റെ ഇവിടെ കൂടി ഇങ്ങനെ റോഡ് പോകുന്നുണ്ട്. ഈ റോഡിന്റെ ഇപ്പുറത്ത് എന്താണ് ഒരു പോസ്റ്റ് നിൽപ്പുണ്ട്. ഈ പോസ്റ്റിന്റെ താഴെ ഒരു നില, മുകളിലൊരു മുകളിൽ ഇവിടെ ഒന്ന്, ഇവിടെ ഒന്ന്, ഇവിടെ ഒന്ന്, ഇവിടെ 3 വയർ പോകുന്നുണ്ട്. 11 kV ആണ്. ഇവിടെ 1 2, ഇവിടെ 1 2, ഇവിടെ വഴി 2 വഴി, ഈ 2 വയർ, ഇതുവഴി 2 വയർ. ഓക്കെ, ഇങ്ങനെ പോകുന്നുണ്ട്. ഓക്കെ, അപ്പം ഇതിൽ ഒരെണ്ണം ലൈവ് കണക്ഷനും ഒരെണ്ണം ന്യൂട്രൽ കണക്ഷനും ആയിരിക്കും. ലൈവ് കണക്ഷനും ഒരെണ്ണം ന്യൂട്രൽ കണക്ഷനും ആയിരിക്കും. ലൈവ് കണക്ഷനും ഒന്ന് ന്യൂട്രൽ കണക്ഷനും ആയിരിക്കും. ഞാൻ എന്ത് ചെയ്യുന്നറിയോ, നമ്മുടെ വീട്ടിലെ ആവശ്യത്തിന് വേണ്ടി ഇതാണ് 220 വോൾട്ട്. ഇനി ഇതും ഒരെണ്ണം ലൈവ് ഒരെണ്ണം ന്യൂട്രലും ആയിരിക്കും. അത് ആ റോഡിനപ്പുറത്തുള്ള വീടുകൾക്ക് വേണ്ടി. ഞാൻ എന്ത് ചെയ്യുന്നറിയോ, ഞാൻ ഇവിടെ ഒന്ന് ഒരു കണക്ഷൻ റോഡിന്റെ മണ്ടയ്ക്കൂടെ ഇങ്ങനെ എടുക്കുന്നു. അതേപോലെ തന്നെ ന്യൂട്രലിൽ നിന്ന് എടുക്കുന്നു. ഓക്കെ, ഇവിടെ എൻ്റെ ഒരു മറ്റേ കിലോ വാട്ട് അവർ മീറ്റർ ഉണ്ട്. ഇവിടെ ഒരു കിലോ വാട്ട് അവർ മീറ്റർ, നമുക്കറിയാം ഒരു പച്ച ലൈറ്റ് കാത്തുന്ന മീറ്ററാണ്. നമ്മൾ കറണ്ട് ചാർജ് ഒക്കെ വന്ന് നോക്കുന്നത്, അല്ലെങ്കിൽ എത്ര യൂണിറ്റ് യൂസ് ചെയ്തു എന്നൊക്കെ നോക്കുന്ന ഒരു മീറ്ററാണ്. അതിന്റെ തൊട്ട് ഇപ്പുറത്തായിട്ട് എന്തുണ്ടെന്ന് അറിയാമോ, ഒരു മെയിൻ സ്വിച്ചും അതേപോലെ ഫ്യൂസും കാണും. ഇങ്ങനെ എന്താ വലിയ താഴോട്ടാക്കുന്ന മുകളിലോട്ടാക്കുന്ന എന്നൊരു ഒരു 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 വലിയ ഒരു ബാറുള്ള അതിനെയാണ് മെയിൻ സ്വിച്ച് എന്ന് പറയുന്നത്. മെയിൻ സ്വിച്ചും അതേപോലെ തന്നെ എന്താ ഒരു ഫ്യൂസും കാണും. ഓക്കെ ആണല്ലോ. അപ്പം ഈ റെഡ് വയർ വന്നിട്ട് ഈ നേരെ ഈ കിലോ വാട്ട് അവർ മീറ്ററിന്റെ താഴോട്ടാണ് വരുന്നത്. ബ്ലാക്ക് വയറും കിലോ വാട്ട് അവറിന് താഴോട്ടാണ് വരുന്നത്. ഓക്കെ, എന്നിട്ടാണ് ഇത് വീടിന്റെ പുറകുവശമാണ്. എന്നിട്ടാണ് ഈ വീടിന്റെ അകത്തേക്ക്, കാരണം ഇവിടെ ഇതുവഴി ഇങ്ങനെ വന്ന് ഈ എന്താണ് ഫ്യൂസ് വഴി കണക്ട് ചെയ്ത് മെയിൻ സ്വിച്ച് വഴി അകത്തോട്ട് കയറി. പിന്നെ DB കൂടെ ഒരു ഡിസ്ട്രിബ്യൂഷൻ ബോക്സ് ഉണ്ട്, MCB ELCB എന്നൊക്കെ ഒരു സാധനമുണ്ട്. പുതിയൊരു ഇത് വെച്ച് പണ്ടായിരുന്നെങ്കിൽ ഇത്രേ ഉള്ളായിരുന്നു. ഇനി ഇവിടെ നിന്ന് പിന്നെ വീടിനകത്തോട്ടുള്ള പല റൂമുകളിലേക്ക് പോവാം. ഓക്കെ, അപ്പം എന്താ ഇപ്പം പുതിയ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം വെച്ചിട്ട് നമുക്ക് MCB ELCB എന്നൊക്കെ പറഞ്ഞ ഒരു എക്സ്ട്രാ ഒരു സെറ്റപ്പ് ബോർഡ് ഉണ്ടാവും. ഓക്കെ, അപ്പം നമുക്ക് വീട്ടിൽ വൈദ്യുതി കിട്ടുന്നത് 2 വയർ വഴിയാണ്. ഒന്ന് ലൈവ് വയർ, ഒന്ന് ന്യൂട്രൽ വയർ. പിന്നെ നമ്മുടെ വീട്ടിൽ ഒരു ഇതും കൂടെ ഉണ്ട്, എർത്ത് വയറും കൂടെ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട് അല്ലേ, വയറുണ്ട്. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ മൂന്നും പറഞ്ഞുതരാം. ലൈവ് വയറിനകത്തൂടെ, അതിനെ ഫേസ് വയർ എന്ന് പറയും, അതുവഴിയാണ് കറണ്ട് വരുന്നത്. ന്യൂട്രൽ വയറിനകത്തൂടെ നമ്മുടെ വീടിൽ നിന്ന് കറണ്ട് തിരിച്ചിറങ്ങിപ്പോ, നമുക്കറിയാം ഇപ്പൊ ഒരു പോസിറ്റീവ് ഒരു നെഗറ്റീവ്, ഇത് ഞാനൊരു കീയുടെ സഹായത്തോടുകൂടി ഞാനൊരു ബൾബിലോട്ട് കണക്ട് ചെയ്തിരിക്കുക. ഇങ്ങനെ ഈ കീ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഈ പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലോട്ട് കറണ്ട് ഇങ്ങനെ ഫ്ലോ ചെയ്യും ഇല്ലേ. പക്ഷെ സർക്യൂട്ട് കംപ്ലീറ്റ് ചെയ്യണം. ഈ പോസിറ്റീവിന് ഇങ്ങനെ നെഗറ്റീവിലോട്ട് വരണം, എന്നാലേ ഇത് നടക്കത്തുള്ളൂ. അപ്പൊ ഈ പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇവിടെ എന്തായിട്ട് എടുക്കുക, ഇവിടെ ലൈവ് ആയിട്ടോ മറ്റേ ന്യൂട്രൽ ആയിട്ടോ എടുത്തു കഴിഞ്ഞാൽ കണ്ട, ലൈവിൽ നിന്ന് ഇങ്ങനെ പോകുന്നു, ന്യൂട്രലിൽ നിന്ന് പുറത്തേക്ക് വരുന്നു. മനസ്സിലായോ? ലൈവിൽ നിന്ന് അകത്തോട്ട് വരുമ്പോൾ ന്യൂട്രലിൽ നിന്ന്. അതേപോലെ തന്നെയാണ് ഇവിടെ, അതായത് കറണ്ട് വീടിനകത്തോട്ട് പ്രവേശിക്കുന്നത് ലൈവ് വയർ വഴിയും, അത് തിരിച്ചിറങ്ങി സർക്യൂട്ട് കംപ്ലീറ്റ് ചെയ്ത് പോകുന്നത് ന്യൂട്രൽ വയർ വഴിയായിരിക്കും. ന്യൂട്രൽ വയറിൽ കൂടെ ശരിക്കും പറഞ്ഞാൽ ന്യൂട്രൽ വയർ തൊട്ടാൽ നമുക്ക് ഷോക്ക് അടിക്കത്തില്ല, വയറും കറക്റ്റ് ആണെങ്കിൽ. ലൈവ് വയറിൽ തൊട്ടാലാണ് നമുക്ക് ഷോക്ക് അടിക്കുക. നിങ്ങൾ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ പ്ലഗ് ഉണ്ടായിരിക്കുമല്ലോ, ആ പ്ലഗിന് എന്താണ് ഇങ്ങനെയായിരിക്കും അതിരിക്കുന്നത് ഇല്ലേ, ഇങ്ങനെയായിരിക്കും അതിരിക്കുന്നത്. ഇതായിരിക്കും അതിന്റെ എന്താണ് സോക്കറ്റ്, പ്ലഗ് അല്ല സോക്കറ്റ് ഇല്ലേ. അപ്പൊ അതില് ഇടത് സൈഡിലുള്ളത് ന്യൂട്രൽ വയറിന്റെ കണക്ഷനും വലത് സൈഡിലുള്ളത് ലൈവ് വയറിന്റെ കണക്ഷനുമാണ്. ഇതും അതേപോലെ തന്നെ ഇടത് സൈഡിലുള്ളത് ന്യൂട്രൽ വയറിന്റെയും വലത് സൈഡിലുള്ള ലൈവിന്റെയും. ഇത് ഇച്ചിരി വലുതാ, ഇതിനെയാണ് നമ്മൾ എർത്ത് കണക്ഷൻ എന്ന് പറയുന്നത്. അതായത് നമുക്കിപ്പം എന്തെങ്കിലും എന്താണ് മെഷീൻ, നമ്മുടെ TVക്കകത്തോ ഫ്രിഡ്ജിനകത്തോ ഒക്കെ എന്തെങ്കിലും വയറിന് എന്തെങ്കിലും പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അതേ തൊടുമ്പോൾ ഷോക്ക് അടിക്കാതിരിക്കാൻ വേണ്ടി എക്സ്ട്രാ കറണ്ട് ഈ വഴിയാണ് അതെന്ത് ചെയ്യുന്നത്, ഭൂമിക്ക് അടിയിലോട്ട് പോകുന്ന ഒരു കണക്ഷനാണിത്. എർത്ത് വയർ എന്ന് അതിന് പറയാം. ഓക്കെ ആണല്ലോ. അപ്പം നിങ്ങൾ ഇതിനകത്ത് കറണ്ട് ഇല്ലാന്ന് നമുക്ക് തെളിയിക്കാൻ വേണ്ടി നിങ്ങൾ ടെസ്റ്റർ ഉണ്ടല്ലോ, ആ ടെസ്റ്റർ ജസ്റ്റ് എടുത്തിട്ട് ഇതിനകത്തോട്ട് കുത്തി നോക്കി കഴിഞ്ഞാൽ ആ ടെസ്റ്റർ ലൈറ്റ് കത്തത്തില്ല. എന്നാൽ ഈ ലൈവ് ഇതിനകത്തോട്ട് കുത്തിക്കഴിഞ്ഞാൽ അവിടെ ലൈറ്റ് കത്തും. അപ്പൊ നമുക്ക് മനസ്സിലാക്കുന്നത് ലൈവിനകത്തൂടെ മാത്രമേ കറണ്ട് കടന്നു പോകത്തുള്ളൂ, ലൈവിനകത്തൂടെയാണ് കറണ്ട് കടന്നു പോകുന്നത്. ഇത് സർക്യൂട്ട് കംപ്ലീറ്റ് ചെയ്യാൻ തിരിച്ചിറങ്ങി പോകുന്ന വഴിയാണ്. അതായത് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മളൊരു പ്ലഗ്, നമ്മൾ ഇങ്ങനെയാണല്ലോ ഒരു പ്ലഗ് ഇരിക്കുന്നത്, പ്ലഗിന്റെ 3 ഇത് ഇങ്ങനെയല്ലേ ഇരിക്കുന്നത്, ഇങ്ങനെയാണ് നമ്മൾ ആ പ്ലഗ് ഇരിക്കുന്നത് അല്ലേ. ഇത് നമ്മൾ നേരെ എടുത്ത് ഇവിടോട്ട് കുത്തുക ചെയ്യുന്നത് അല്ലേ.
അങ്ങനെ കുത്തുന്ന സമയത്ത് ലൈവ് ഈ ടെർമിനൽ വഴി നമ്മുടെ ഇപ്പൊ ടിവിയുടെ പ്ലഗ് ആണെങ്കിൽ ഇത് ടിവിക്കകത്തോട്ട് കയറി ടിവിയുടെ ഫംഗ്ഷനിങ് എല്ലാം നടത്തിയിട്ട് രണ്ട് ഇത് വഴി തിരിച്ചിറങ്ങി പോയിട്ട് കണ്ടോ ഇതുവഴി ഇങ്ങനെ പോകും. അതാണ് സംഭവിക്കുന്നത്. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 3 ടൈപ്പ് വയറാണ് നമ്മുടെ വീട്ടിലെ ആവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ വീട്ടിലെ പവർ ട്രാൻസ്മിഷനിലെ പവർ ഡിസ്ട്രിബ്യൂഷൻ ഉപയോഗിക്കുന്നത്. അതിൽ ഒന്നാമത്തെ ലൈവ് വയർ, രണ്ടാമത്തെ ന്യൂട്രൽ വയർ, മൂന്നാമത്തെ എർത്ത് വയർ. ഓക്കെ ആണല്ലോ. അപ്പം അത് നമുക്കിപ്പം കേബിളിൽ നിന്ന് ഇപ്പം നമ്മുടെ കേരളത്തില് ഇത് റോഡിന് മണ്ടയ്ക്കൂടെ ഏരിയലായിട്ടാണ് ഈ വയറൊക്കെ എന്താണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഇനിയും ചില രാജ്യത്ത് അണ്ടർഗ്രൗണ്ട് ആയിട്ടാണ്. ഇപ്പം അമേരിക്കയിലൊക്കെ അല്ലെങ്കിൽ കാനഡയിലൊക്കെ പോയി കഴിഞ്ഞാൽ ഈ മണ്ടയ്ക്കൂടെ ഇതൊന്നും പോകത്തില്ല. അത് അണ്ടർഗ്രൗണ്ടിൽ കൂടാണ് ഈ ഇലക്ട്രിക്കൽ വയർസ് ഒക്കെ പോയിരിക്കുന്നത്. ചില ഡെവലപ്ഡ് രാജ്യങ്ങളിൽ അങ്ങനെയാണ്. എങ്ങനെയാണെങ്കിലും നമ്മുടെ വീട്ടില് ഈ കിലോ വാട്ട് അവർ മീറ്ററിലാണ് ഇത് ആദ്യം വരുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. നിങ്ങൾ ഓരോ പോയിന്റ് ആയിട്ടാണ് ഞാൻ എഴുതിപ്പിക്കാൻ പോകുന്നത്. നോക്കിയോ. The cable has three wires. അതില് ഒന്ന് ലൈവ് വയർ എന്ന് പറയുന്നു. ലൈവ് ഓർ ഫേസ് വയർ എന്ന് എഴുതാം. അതുവഴിയാണ് കറണ്ട് വരുന്നത്. ഫേസ് വയർ എന്ന് പറയാം. 2 ന്യൂട്രൽ വയർ എന്ന് എഴുതാം. 3 എർത്ത് വയർ എന്ന് എഴുതാം. ഈ ന്യൂട്രൽ വയറും എർത്ത് വയറും ചില കേസിൽ ഒരുമിച്ച് കണക്ട് ചെയ്യും കേട്ടോ. ഇപ്പം ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ, മറ്റേ ആ പോസ്റ്റേല് താഴത്തെ നിലയിൽ 2 വയറേ ഉള്ളൂ കണ്ടോ. ഇത് ഒരെണ്ണം ലൈവിനും ഒരെണ്ണം ന്യൂട്രലുമാണ്. ഈ ന്യൂട്രൽ ഇത് ലൈവും ഇത് ന്യൂട്രലുമാണ്. ഇതേ തന്നെയാണ് എർത്തിന്റെ കണക്ഷനും കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പൊ അതുകൊണ്ട് തന്നെ ചില ഇതില് അങ്ങനെ നമ്മുടെ വീട്ടിൽ വരുമ്പോൾ നമ്മളത് 3 ഡിഫറന്റ് ആക്കി തന്നെ കൊടുക്കും കേട്ടോ. വീട്ടിൽ വരുമ്പോൾ 3 വയറാണ് ഒരു സോക്കറ്റിനകത്ത് കയറി വരുന്നത്. അത് ഓർത്ത് വെച്ചോണം. ഓക്കെ. അപ്പം എർത്ത് വയർ. ഇനി അടുത്ത ഡോട്ടിട്ട് എഴുതേണ്ടത് ദ ന്യൂട്രൽ ആൻഡ് എർത്ത്. wires are connected together at the local substation. നമ്മുടെ വീടിനടുത്തുള്ള സബ്സ്റ്റേഷൻ വരുമ്പോൾ ഈ ന്യൂട്രലും അതുവരെ സെപ്പറേറ്റ് ആയിട്ടാണ് വരുന്നതെങ്കിൽ അവിടെ വന്നു കഴിഞ്ഞിട്ട് അത് ഒരുമിച്ച് കണക്ട് ചെയ്യും. അതുകൊണ്ട് തന്നെ അവരുടെ ആ വയറിന്റെ രണ്ടുപേരുടെയും പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുമ്പോൾ 0 വോൾട്ട് ആയിരിക്കും. കാരണം രണ്ടിന്റെയും പൊട്ടൻഷ്യൽ ഒരു വയറായിട്ട് കണക്ട് ചെയ്യുമ്പോൾ രണ്ടിന്റെയും പൊട്ടൻഷ്യൽ എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഇപ്പം പൊട്ടൻഷ്യൽ ഡിഫറൻസ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ 0 കിട്ടും. The neutral and earth wire are connected together at local substation so that both these wires are at the same potential. അതായത് 0 വോൾട്ട് എന്ന് കൊടുത്തത് അവരുടെ പൊട്ടൻഷ്യൽ 0 വോൾട്ട് ആയിരിക്കും. അതുകൊണ്ടാണ് അതുവഴി കറണ്ട് കടന്നു പോകത്തില്ല എന്ന് പറയുന്നത്. നമ്മളത് തൊട്ടാൽ നമുക്ക് പ്രശ്നമൊന്നുമില്ല. ഇനിയും the live wire carries current from the source to the distribution board. While the neutral wire is for the return of current to the source. ഇനി ഇവിടെ ആലോചിച്ചോണം, നമ്മള് ഇവിടെ കൊണ്ടുവന്ന് നമ്മൾ നേരത്തെ പടം വരച്ചായിരുന്നല്ലോ, നമ്മുടെ വീടിന്റെ പടം നമ്മൾ വരച്ചായിരുന്നു. അത് ആ കിലോ വാട്ട് അവർ മീറ്ററിൽ ഈ വയർ ഇപ്പുറത്തുനിന്ന് ഒരു റെഡ് വയറും ഒരു ബ്ലാക്ക് വയറും
കണക്ട് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. ഈ കണക്ട് ചെയ്യുന്നതിന്റെ ഈ താഴെയായിട്ട് തന്നെ ഒരു ഫ്യൂസ് ഉണ്ടാവും. ആദ്യം ആ ഫ്യൂസിൽ കൂടെയാണ് ഇത് കയറി വരുന്നത്, മനസ്സിലായോ? ഫ്യൂസ് ഉണ്ടാവും. ആ ഫ്യൂസിന്റെ ആംബിയർ റേറ്റിംഗ് എന്ന് പറയുമ്പോൾ അപ്രോക്സിമേറ്റ്ലി ഒരു 50 ആംബിയർ ആയിരിക്കും. കാരണം ഫ്യൂസിൽ കൂടെയാണ് ഇത് അകത്തോട്ട് കയറി വരുന്നത്. കാരണം എന്താ അറിയോ, എന്തെങ്കിലും ഹൈ കറണ്ട്, ഇപ്പൊ ഇടിയൊക്കെ വെട്ടുന്ന സമയത്ത്, മഴയൊക്കെ പെയ്യുന്ന സമയത്ത്, ഇടിയൊക്കെ വെട്ടുന്ന സമയത്ത് കൂടുതൽ കറണ്ട്, ഈ 220 വോൾട്ട് എന്ന് പറഞ്ഞ കറണ്ട് ചിലപ്പോൾ 320 ഒക്കെ കയറി വന്നു കഴിഞ്ഞാൽ ഈ നമ്മുടെ വീട്ടിലുള്ള ഉപകരണങ്ങളെല്ലാം അടിച്ചു പോകാതിരിക്കാൻ വേണ്ടി നമ്മൾ ആദ്യം ഇത് ഫ്യൂസിനകത്തൂടെയാണ് കടത്തിവിടുന്നത്. അപ്പം പോളിൽ നിന്ന്, പോൾ മീൻസ് പോസ്റ്റ്, പോസ്റ്റിൽ നിന്ന് നമ്മുടെ മീറ്ററിലോട്ട് കണക്ട് ചെയ്യുന്നതിന് മുമ്പ് ഒരു ഫ്യൂസിനകത്തൂടെ ഇത് കടത്തിവിടും ഈ കറണ്ട്. ആ ഫ്യൂസിനകത്തൂടെ കടത്തിവിടുന്നത് എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എക്സ്ട്രാ കറണ്ട് കയറി വന്നാൽ ഫ്യൂസ് ഉരുകിയിട്ട് കണക്ഷൻ അവിടെ ബ്രേക്ക് ആകാൻ വേണ്ടിയാണ് അത് അങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, അതും കൂടെ ഒരു ഡോട്ട് ഇട്ടിട്ട് എഴുതാം. ബിഫോർ connecting the cable from pole to the meter എന്ന് പറയുമ്പോൾ കിലോവാട്ട് അവർ മീറ്റർ ആണ്. കിലോവാട്ട് അവർ മീറ്റർ ഇൻ house first a fuse of high rating, നല്ല കറണ്ട് കടത്തി വിടാൻ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ ഹൈ ആംബിയറേജ് ഉള്ളത്, അല്ലെങ്കിൽ ഹൈ ആംബിയർ വാല്യൂ ഉള്ളത്, ഹൈ റേറ്റിംഗ് അപ്രോക്സിമേറ്റ്ലി പറയുന്നത് 50 ആംബിയർ ആണ്. 50 ആംബിയർ ഈസ് കണക്റ്റഡ് ഇൻ ദ ലൈവ് വയർ. ആ കറണ്ട് കൊണ്ടുവരുന്നത് ലൈവ് വയറല്ല, അപ്പൊ ലൈവ് വയറിൽ തന്നെ കണക്ട് ചെയ്യണം. കണക്റ്റഡ് ഇൻ ദ ലൈവ് വയർ at the pole. ഈ ഫ്യൂസിനെ this fuse is called company fuse എന്ന് പറയും. or pole fuse എന്ന് പറയും. ഇത് നമ്മൾ ഈ കറണ്ട് ബില്ലൊക്കെ അടച്ചില്ലെങ്കിൽ അവർ വന്ന് ഉരിക്കൊണ്ട് പോകുന്നത് ഈ ഫ്യൂസ് ആയിരിക്കും. ഈ ഫ്യൂസ് ഉരിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കറണ്ട് കിട്ടത്തില്ല, മനസ്സിലായോ? നമ്മൾ വൈദ്യുതി ബില്ലൊക്കെ അടച്ചില്ല എന്നുണ്ടെങ്കിൽ അവർ ആദ്യം വന്നിട്ട് ഊരുന്നത് ഈ ഫ്യൂസ് ആയിരിക്കും. അപ്പൊ അതിന് നമ്മൾ കമ്പനി ഫ്യൂസ് അല്ലെങ്കിൽ പോൾ ഫ്യൂസ്, അത് അവർക്ക് മാത്രമേ അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റത്തുള്ളൂ, വേറെ ആർക്കും അത് തൊടാൻ പറ്റത്തില്ല. കാരണം അത് ഓൾറെഡി ഭയങ്കര ഡേഞ്ചർ ആണ് അതേ പോയി നമ്മൾ കളിക്കുന്നത്. അപ്പം അത് അവര് എന്താണ് അതോറിറ്റേറ്റീവ് ആയിട്ടുള്ള ആരെങ്കിലും വന്നാൽ മാത്രമേ അത് എന്ത് ചെയ്യത്തുള്ളൂ, അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റത്തുള്ളൂ എന്നുള്ള കാര്യം ആലോചിക്കാം. ഇനിയും ഇത് കഴിഞ്ഞിട്ട്, അതായത് കമ്പനി ഫ്യൂസിലെ ഇത് കഴിഞ്ഞിട്ട് ആഫ്റ്റർ കമ്പനി ഫ്യൂസ് the cable is connected to kilowatt hour meter and is usually mounted വീടിന് വെളിയിലായിരിക്കും യൂഷ്വലി അത് കണക്ട് ചെയ്തിരിക്കുന്നത്. മൗണ്ടഡ് outside wall of house. എന്നിട്ട് നമ്മൾ മീറ്ററിലെ കണക്ഷൻ കഴിഞ്ഞിട്ട് നമ്മൾ ഇത് നേരെ മെയിൻ സ്വിച്ചിലോട്ട് കണക്ട് ചെയ്യും. അതിനകത്തും കുറേ ഫ്യൂസുകളുണ്ട്, മനസ്സിലായോ? ആ മെയിൻ സ്വിച്ചിനകത്തും കുറേ ഫ്യൂസുകളുണ്ട്. അപ്പം നമുക്ക് ഫ്രം കിലോവാട്ട് അവർ മീറ്റർ connections are made to main switch. ഇപ്പോഴത്തെ പുതിയ ഒരു ടെക്നോളജി വെച്ചിട്ട് മെയിൻ സ്വിച്ച് കൂടെ ELCB എന്ന് പറയുന്ന ഒരു സാധനം, എർത്ത് ലീക്കേജ് സർക്യൂട്ട് ബ്രേക്കർ എന്ന് പറയുന്ന സാധനമുണ്ട്, അതിലായിരിക്കും കണക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പം അതും കൂടെ ഞാൻ വേണമെങ്കിൽ ബ്രാക്കറ്റിൽ or ELCB എന്ന് എഴുതാം. അത് ടെക്സ്റ്റിൽ നിന്ന് പഠിച്ചോണം. എർത്ത് ലീക്കേജ് സർക്യൂട്ട് ബ്രേക്കർ എന്നാണ്. എന്നിട്ട് അവിടെ നിന്ന് ആൻഡ് ടു ദ മെയിൻ ഫ്യൂസ്. ഈ മെയിൻ ഫ്യൂസ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വീട്ടില് ഒരു ഡിസ്ട്രിബ്യൂഷൻ ബോക്സ് ഉണ്ടാവും. അതിന്റെ ഇവിടെ കുറെ ചെറിയ ഇങ്ങനെ എന്താണ് ഡ്രിപ്പായി പോകുന്ന കുറെ ചെറിയ മുകളിലോട്ടും താഴോട്ടും ആക്കാൻ പറ്റുന്ന ഒരു സെറ്റപ്പ് ഉണ്ടോ?
ഉണ്ടോ അഭിനവേ? ഉണ്ടോ ദിവ്യ? ഉണ്ട് സാറേ. ആ, ഈ ചെറിയതിനെ പറയുന്ന പേരാണ്. ഇതെല്ലാം നമ്മുടെ ഓരോ റൂമിലോട്ടുള്ള കൺഫ്യൂസുകളാണ്. അതിനെ നമ്മൾ MCB എന്നാണ് പറയുന്നത്. MCB എന്നാണ് പറയുന്നത്. അതിന്റെ തൊട്ടിപ്പുറത്തായിട്ട് ഒരു വലിയൊരു സാധനമുണ്ട്. അതിനെയാണ് നമ്മൾ ELCB എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ ഇത് ELCB, ബാക്കിയുള്ള എല്ലാം ഓരോ റൂമിലോട്ട് പോകുന്ന കൺട്രോൾ ചെയ്യുന്ന MCB. ഇതിന് വെളിയിലാണ് ഒരു ഫ്യൂസ് കാണും. ഇപ്പൊ പുതിയ സിസ്റ്റം അനുസരിച്ച് നേരത്തെ ഈ ഫ്യൂസിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് അകത്തോട്ട് കയറി വരുമായിരുന്നു. നമ്മളപ്പോ എന്താ ശരിക്കും ആദ്യം ഇവിടെ ഒരു കമ്പനി ഫ്യൂസ്, ഈ കമ്പനി ഫ്യൂസിനകത്തൂടെ ഇത് നേരെ നമ്മുടെ കിലോവാട്ട് അവർ മീറ്ററിലോട്ട് വരും. അത് കഴിഞ്ഞിട്ട് അവിടെ ഒരു മെയിൻ സ്വിച്ച് ഉണ്ട്. ഈ മെയിൻ സ്വിച്ചിനകത്തും കുറെ ഫ്യൂസ് ഉണ്ട്. മെയിൻ സ്വിച്ചിനകത്ത് കഴിഞ്ഞിട്ട് നേരെ വരുന്നത് എങ്ങോട്ടാ? ഈ ELCB-യിലോട്ടാണ് വരുന്നത്. മനസ്സിലായോ? അല്ലെങ്കിൽ ഒരു ഫ്യൂസ് മെയിൻ സ്വിച്ചിനകത്ത് ഫ്യൂസ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പൊ ആ ഫ്യൂസ് ത്രൂ ഇത് നേരെ ELCB-യിലോട്ട് വരും. ELCB കഴിഞ്ഞിട്ടാണ് നേരെ MCB-യിലോട്ട്. കണ്ടോ ഇങ്ങനെ വരുന്നത്. അതാണ് നമ്മുടെ മെയിൻ ഫ്യൂസ്, MCB എന്ന് പറയുന്നത്. മിനിയേച്ചർ സർക്യൂട്ട് ബ്രേക്കർ. വീട്ടിലുള്ള ഓരോ റൂമുകളിലെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കൺട്രോൾ ചെയ്യാൻ പറ്റും ഇവിടെ നിന്ന്. ഇത് താഴ്ന്നു പോയി കഴിഞ്ഞാൽ ബാക്കിയുള്ള എല്ലാം ഓഫ് ആവും. മനസ്സിലായോ? എന്നാൽ ഇത് ഓരോന്ന് താന്നാൽ ഓരോ റൂമിലെ ആയിരിക്കും ഓഫ് ആയി പോകുന്നത്. മനസ്സിലായോ? അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്. മെയിൻ ഫ്യൂസ് ടു ദ മെയിൻ ഫ്യൂസ് എന്ന് എഴുതിയിട്ട് ബ്രാക്കറ്റിൽ MCB എന്ന് എഴുതുക. അത് മിനിയേച്ചർ സർക്യൂട്ട് ബ്രേക്കർ ആണ്. സാറേ ഇപ്പൊ ഈ ട്രിപ്പ് വയർ ഒക്കെ ഇതാണ്? ഏതാ ട്രിപ്പ് വയർ ഒക്കെ ഇതിനോടാണോ കണക്ട് ചെയ്തേക്കുന്നത്? എന്തോ വേറെ ട്രിപ്പ് ബോക്സ് ഒക്കെ? ട്രിപ്പ് ബോക്സ് ഒക്കെ എന്ന് പറയുമ്പം ഇതാ, അതായത് ഇത് നോക്കി, ഇത് നമ്മുടെ പോസ്റ്റ്, ഇലക്ട്രിക് പോസ്റ്റ്. ഇതാണ് നമ്മുടെ വീട്. ഈ വീടിന്റെ വേറെ റൂംസ് ആണ് ഇതെന്ന് വിചാരിച്ചു. ഇതൊക്കെ വേറെ റൂംസ് ആണെന്ന് വിചാരിച്ചു. ഓക്കെ. എന്നിട്ട് ഇത് നമ്മുടെ റൂമിന്റെ എന്താണ് വെളിവശമാണ് കണ്ടത്. ഇത് വെളിവശം ഞാൻ ഇവിടെ കാണിക്കാം. അല്ലെങ്കിൽ പോട്ടെ, ഇത് ഇവിടെ തന്നെ വരയ്ക്കും. നോക്കി, ഇവിടെ നിന്ന് ഒരു കണക്ഷൻ പോവാണ്. ഇവിടെ നിന്ന് ഒരെണ്ണം ലൈവ് നേരെ ഇവിടെ വരുന്നു. അതേപോലെ ന്യൂട്രൽ കണക്ഷൻ തന്നെ ഇവിടെ നേരെ ഇവിടെ വരുന്നു. ഇത് നേരെ നമ്മൾ എന്ത് ചെയ്യാം? നമ്മളൊരു മെയിൻ ഫ്യൂസ്, കമ്പനി ഫ്യൂസ് ഉണ്ട്. ആ കമ്പനി ഫ്യൂസിന്റെ മുകളിലായിട്ടാണ് നമ്മുടെ ഡിജിറ്റൽ മീറ്റർ ഇരിക്കുന്നത്. ഇതുവഴി കയറിയിട്ട് ഈ ഫ്യൂസിനകത്ത് കൂടെ കയറി ഡിജിറ്റൽ മീറ്റർ കഴിഞ്ഞിട്ട് ഇവിടെ നേരെ ഒരു മെയിൻ സ്വിച്ച് ഇരിപ്പുണ്ട്. ഈ മറ്റേ മുകളിലോട്ടും താഴോട്ടും ഇങ്ങനെ ആക്കുന്ന വലിയൊരു സാധനമില്ലേ, ബാറ് പോലുള്ള സാധനം, നിങ്ങളുടെ വീടിന്റെ വെളിയിൽ ഭിത്തി ഔട്ട്സൈഡിൽ. എന്നിട്ട് ഇത് നമുക്ക് എന്താണ്, ഇതിനകത്ത് കുറെ ഫ്യൂസ് ഉണ്ട്. ഇത് കഴിഞ്ഞിട്ട് ഭിത്തി കഴിച്ചിട്ട് ഇതിന്റെ ഉള്ളിലോട്ട് പോകുമ്പോൾ ഉള്ളിലാണ് നിങ്ങളുടെ DB വെച്ചിരിക്കുന്നത്. ഇത് അകത്തുള്ള വാളിലാണ്. ഇവിടെ ഒരു ELCB ഉണ്ട്, പിന്നെ ചെറിയ MCB ഉണ്ട്. അപ്പം ഈ വയർ എന്ത് ചെയ്യാൻ അറിയാമോ? ഈ ചുമന്ന വയർ ഇങ്ങനെ കണക്ട് ചെയ്ത് ഇതുവഴി വന്ന് നേരെ ഇതുവഴി ഇങ്ങോട്ട് വരും. അതേപോലെ ബ്ലാക്ക് വയറും ഇങ്ങനെ കടന്ന് ഇതുവഴി ഇങ്ങനെ കടന്ന് കണ്ടോ ഇങ്ങോട്ട് വരും. ഇങ്ങനെ വരുന്നത്. മനസ്സിലായോ? പിന്നെ ഇവിടുന്ന് ഓരോ, അതായത് ഈ MCB ചിലപ്പോൾ ഈ റൂമിന്റെ കൺട്രോൾ ചെയ്യുന്നതായിരിക്കും. ഈ MCB ചിലപ്പോൾ ഈ റൂമിന്റെ കൺട്രോൾ ചെയ്യുന്നതായിരിക്കും. അടുത്ത MCB ഈ റൂമിന്റെ കൺട്രോൾ ചെയ്യുന്നതായിരിക്കും. അടുത്ത MCB ചിലപ്പോൾ അടുക്കളയുടെ കൺട്രോൾ ചെയ്യുന്നതായിരിക്കും. മനസ്സിലായോ? അതായത് അങ്ങനെയാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നതെന്നുള്ള കാര്യം ആലോചിക്കുക. നിങ്ങൾ എപ്പോഴും ആലോചിച്ചോണം. ഒരു വയറിനകത്ത് നമ്മൾ ലൈവും ന്യൂട്രലും എർത്ത് വയർ, നിങ്ങൾ ടെക്സ്റ്റിനകത്ത് വരച്ചിരിക്കുന്നതിനകത്ത് ഒരു ലൈവ് വയറും ഒരു എർത്ത് വയറും ഒരു ന്യൂട്രൽ വയറും ഉണ്ട്. നിങ്ങൾ ആ പടം നോക്കിയാൽ മതി, 210 പേജിലെ ആ പടം നോക്കിയാൽ മതി. കണക്ഷൻസ് ബൈ ദ കേബിൾ ഫ്രം ദ ഇലക്ട്രിക് പോൾ ടു ദ ഡിസ്ട്രിബ്യൂഷൻ ബോക്സ്. കണ്ടോ, DB വരെ അങ്ങനെയാണ് നമ്മൾ കണക്ട് ചെയ്യുന്നതെന്നുള്ള കാര്യം നോക്കിക്കോ. ഇനിയും ഒരു കാര്യം കൂടെ എക്സ്ട്രാ ആയിട്ട് എഴുതിക്കണം അതിന്റെ താഴെ. മെയിൻ സ്വിച്ച് നമ്മൾ കണക്ട് ചെയ്യുന്നത് ലൈവ് വയറും ന്യൂട്രൽ വയറും കണക്ട് ചെയ്യും. കാരണം എന്താണെന്നറിയോ? ഇൻ കേസ് എന്തെങ്കിലും ഷോർട്ട് ഉണ്ടെങ്കിൽ ലൈവ് വയറിൽ കൂടെയും ന്യൂട്രൽ വയറിൽ കൂടെയും നമ്മുടെ എന്ത് ചെയ്യും? പോസ്റ്റിൽ കൂടെ കറണ്ട് കയറി വരും. അങ്ങനെ കറണ്ട് കയറി വന്നു കഴിഞ്ഞാൽ ആ ന്യൂട്രൽ വയറിൽ കൂടെ അകത്തോട്ട് കയറിയിട്ട് നമ്മുടെ എല്ലാം അടിച്ചു കളയും. നമ്മൾ ഫ്യൂസ് കണക്ട് ചെയ്യുന്നത് എപ്പോഴും ലൈവ് വയറിലായിരിക്കും. അപ്പൊ ഫ്യൂസിന് അതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ മെയിൻ സ്വിച്ച് നമ്മൾ വെക്കുമ്പോൾ എങ്ങനെയാണെന്നറിയോ? ഈ ലൈവ് വയറിലും ന്യൂട്രൽ വയറിലും കൂടെ കണക്ട് ചെയ്യുന്നത്. അപ്പൊ എന്ത് സംഭവിക്കും? നമുക്ക് മെയിൻ സ്വിച്ചിനെ അല്ലെങ്കിൽ ELCB അങ്ങ് ഡ്രിപ്പ് ആയി പോകും. മനസ്സിലായി? ഇപ്പൊ ഇടിയൊക്കെ വെട്ടുന്ന സമയത്ത് ഈ ന്യൂട്രൽ വയർ കൂടെ എക്സ്ട്രാ കറണ്ട് കയറി വരുമ്പോൾ ഇടിയൊക്കെ വെട്ടുന്ന സമയത്ത് നിങ്ങളുടെ വീട്ടിലെ ഡിസ്ട്രിബ്യൂഷൻ ബോക്സ് ഡ്രിപ്പ് ആയി പോകുന്നൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഉണ്ടോടെ അഭിനവേ? അതെല്ലാം ഇതിന്റെ ഭാഗമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നോക്കിക്കോളൂ, ദ മെയിൻ സ്വിച്ച് ഈസ്
main switch is connected both connected in both live wire and neutral wire while main fuse is connected only in live wire ഫ്യൂസ് കണക്ട് ചെയ്യുന്നത് ലൈവ് വയറിൽ മാത്രമായിരിക്കും, പക്ഷേ മെയിൻ സ്വിച്ച് ലൈവ് വയറും ന്യൂട്രൽ വയറിലും കണക്ട് ചെയ്യും. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ ഫ്യൂസ് ലൈവ് വയറിൽ കണക്ട് ചെയ്യുന്നുണ്ട്, ന്യൂട്രൽ വയറിൽ കൂടെ കറണ്ട് കയറി വന്നു കഴിഞ്ഞാൽ അതിനെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ മെയിൻ സ്വിച്ച് രണ്ടിലും കൊടുക്കുന്നത്. അപ്പം അതേ കൂടെ കറണ്ട് വന്നാലും ഈ ELCB അങ്ങ് ഡ്രിപ്പായി പോകുന്നൊരു പ്രവണതയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇനി അടുത്ത ഡോട്ട് എഴുതാം. ദ മെയിൻ സ്വിച്ച് is a double pole switch. It has an iron covering, and the covering is earthed. അതായത് ഈ കവറിങ്ങെ കൂടെ ഒരു കണക്ഷൻ ഭൂമിക്ക് അടിയിലോട്ട് പോകുന്നുണ്ട്. നിങ്ങൾ നിങ്ങളുടെ ഡിജിറ്റൽ നിങ്ങളുടെ കിലോവാട്ട് അവർ മീറ്ററിന്റെ അവിടെ നിന്ന് ഭൂമിക്ക് അടിയിലോട്ട് ഏതെങ്കിലും ഒരു കണക്ഷൻ പോകുന്നുണ്ടോ എന്ന് ചുമ്മാ ഒന്ന് പോയി നോക്കിയാൽ മതി. അങ്ങനെ പോകുന്നുണ്ട്. ഇനി ചിലപ്പം ഈ ഭിത്തിക്ക് കൺസീൽഡ് ആണെങ്കിൽ കാണത്തില്ല കേട്ടോ. എന്നാലും നിങ്ങൾ ആ ഏറ്റവും താഴെ ഭാഗം നോക്കിക്കഴിഞ്ഞാൽ ഭൂമിക്ക് അടിയിലോട്ട് വല്ലോ കണക്ഷൻ പോയിട്ടുണ്ടോ എന്ന് നോക്കാം. അത് കണക്ഷൻ പോയിട്ടുണ്ട്, പക്ഷെ അത് ചിലപ്പം ഭിത്തിക്കകത്ത് വെച്ച് കൺസീൽഡ് ആയിട്ടായിരിക്കും ചെയ്യുന്നത്. ചിലപ്പം ഏറ്റവും താഴ് ഭാഗത്ത് ഭൂമിക്ക് അടിയിലോട്ട് പോകുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുമായിരിക്കും. ഒരു പൈപ്പിനകത്തൂടെ PVC പൈപ്പിനകത്തൂടെയാണ് വയർ താഴേക്ക് കൊണ്ടുപോകുന്നത്. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ എങ്ങനെയും ഭൂമിക്ക് അടിയിലോട്ട് ഉണ്ടായിരിക്കണം. അതിന് നമ്മൾ എർത്ത് ചെയ്യാന്ന് പറയും. കാരണം എക്സ്ട്രാ ആയിട്ടുള്ള കറണ്ട് വരുവാണെങ്കിൽ അത് ഭൂമിക്ക് അടിയിലോട്ട് എർത്ത് ചെയ്ത് കളയുവാണ് ചെയ്യുന്നത്. അതിനുവേണ്ടിയാണ് അത് അങ്ങനെ ചെയ്യുന്നത്. The covering is earthed. The advantage of using the main switch. Advantages of using the main switch is that it breaks the connections of the live as well as the neutral wire simultaneously. ഓക്കെ, നമ്മൾ അടുത്തത് ഇത്ര എഴുതി വിശ്വസിക്കുന്നു. ഇനി നമ്മൾ റിംഗ് സിസ്റ്റം, നമ്മുടെ വീട്ടില് കറണ്ട് എല്ലാ റൂമിലേക്കും എത്തിക്കുന്നത് റിംഗ് സിസ്റ്റം എന്ന് പറയുന്ന ഒരു കണക്റ്റിംഗ് രീതിയിലൂടെയാണ്. റിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താ അറിയോ, ഡിസ്ട്രിബ്യൂഷൻ ബോക്സിൽ കണക്ഷൻ തുടങ്ങിയിട്ട് അവിടെ നിന്ന് റൂമിൽ പോയിട്ട് ആ റൂം റൗണ്ട് ചെയ്തിട്ട് തിരിച്ച് വീണ്ടും ഡിസ്ട്രിബ്യൂഷൻ ബോക്സിലേക്ക് തന്നെ വരുന്ന ഒരു രീതിയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പൊ അവിടെ ഒരു ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു വട്ടത്തിൽ ഇങ്ങനെ കണക്ട് ചെയ്താൽ അതേ കൂടെ നമുക്ക് പല റൂമിലേക്കും ഇനി പുതിയൊരു കണക്ഷൻ എടുക്കണമെങ്കിൽ തന്നെ നമുക്ക് അതേ കണക്ഷൻ എടുക്കാനായിട്ട് സാധിക്കും. മനസ്സിലായി? അപ്പൊ നമ്മളൊരു പുതിയ റൂം ഇറക്കുക, വേറെ റൂമിന്റെ തൊട്ടപ്പുറത്തായിരുന്നു ആ പുതിയ റൂം ഇറക്കിയത്. അപ്പൊ ആ റൂമിനകത്തുനിന്ന് നമുക്ക് വേണം എന്ത് ചെയ്യാം, ഒരു കണക്ഷൻ അങ്ങോട്ടേക്കൂടെ എടുക്കാനായിട്ട് സാധിക്കും. അതാണ് ഈ റിംഗ് സിസ്റ്റത്തിന്റെ ഒരു പ്രത്യേകത.
ഓക്കെ, അപ്പം വീട്ടിൽ വയറിങ് ചെയ്യുന്നത് റിംഗ് സിസ്റ്റം വഴിയാണ്. അപ്പം അത് അതിന്റെ പടം നിങ്ങളുടെ അതിനകത്ത് കൊടുത്തിട്ട് പടം ഓർക്കണം, പടം വരയ്ക്കാൻ പഠിക്കണം, പടം മാർക്ക് ചെയ്യാൻ മസ്റ്റായിട്ടും പഠിക്കണം. ഓക്കെ, അത് ചോദിക്കും. പടം വരയ്ക്കാൻ പഠിച്ചില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് മാർക്ക് ചെയ്യാൻ ഉള്ള കാര്യം നിങ്ങൾ നോക്കണം, കാരണം മാർക്ക് ചെയ്യാനൊക്കെ ചോദിച്ച് കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പം അതുകൂടെ ഒന്ന് എഴുതുക, അതും കൂടെ എഴുതുക. ഹൗസ് വയറിംഗ് ബ്രാക്കറ്റിൽ റിംഗ് സിസ്റ്റം എഴുതാം, റിംഗ് സിസ്റ്റം എഴുതാം. in this system the wires starting from the distribution box run around all the room run around all the room of that portion and then come back and then come back to the distribution box thus forming a ring forming a ring. ഇനിയും ഇതിനകത്ത് ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ ഇതിനകത്ത് ഒരു 30 ആംപിയർ റേറ്റിംഗിലുള്ള ഒരു MCB ഉണ്ടായിരിക്കണം കേട്ടോ. ഈ റിംഗ് സിസ്റ്റത്തിൽ അങ്ങനെ ആയിരിക്കണം. അതായത് ദ ഡിസ്ട്രിബ്യൂഷൻ ബോക്സ് contain a MCB of rating about 30 ആംപിയർ ഉണ്ടാവണം. അപ്പൊ ഈ ലൈവ് വയറിന്ന് നമുക്ക് റിംഗ് രീതിയിൽ ഫോം ചെയ്യുന്നുണ്ട്. നമുക്ക് ഓരോ റൂമിലോട്ടും സെപ്പറേറ്റ് കണക്ഷൻ എടുക്കാനായിട്ടുള്ള ഇത് സാധിക്കും എന്നുള്ളതാണ്. അത് നിങ്ങളുടെ ടെക്സ്റ്റിനകത്ത് ആ പടം കൊടുത്തിട്ടുണ്ട്, അത് എങ്ങനെയാണെന്ന് നോക്കിക്കോണേ. അതായത് നമുക്ക് നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ ബോക്സ് ഉണ്ട്. ഇവിടെ നമ്മുടെ ഒരു ഡിസ്ട്രിബ്യൂഷൻ ബോക്സ് ആണെന്ന് വിചാരിക്കുക, ഇതൊരു ഡിസ്ട്രിബ്യൂഷൻ ബോക്സ് ആണെന്ന് വിചാരിക്കുക. ഇതിനകത്ത് MCB ഉണ്ടെന്നുള്ള കാര്യം അറിയാലോ. ഞാൻ ഇതിനെ MCB ആയിട്ട് എടുക്കുകയാണ്. ഇത് MCB നമ്മൾ കുറെ ഉണ്ട്, മിനിയേച്ചർ സർക്യൂട്ട് ബ്രേക്കറുകളാണ്. ഇത് ഏകദേശം ഒരു 30 ആംപിയർ റേറ്റിംഗ് ഉള്ള ഇതാന്ന് വിചാരിച്ചോ. ഇതിനകത്തൂടെ ഒരു ലൈവ് വയർ പോകുന്നുണ്ട്, ഒരു ന്യൂട്രൽ വയർ പോകുന്നുണ്ട്, ഒരു എർത്ത് വയറും പോകുന്നുണ്ട്, ലൈവ് വയർ പോകുന്നുണ്ട്, ന്യൂട്രൽ വയർ പോകുന്നുണ്ട്, എർത്ത് വയറും പോകുന്നുണ്ട്. ബാക്കി ഇവിടുന്ന് മറ്റേ കിലോ വാട്ട് അവർ മീറ്ററിൽ നിന്നൊക്കെ കൂടി ഇങ്ങനെ കയറി വരുന്നതാണ് കേട്ടോ. ഞാൻ ഇവിടെ മൂലേ വരയ്ക്കുന്നുള്ളൂ. ഓക്കെ, ഇനി നമ്മൾ എന്താ അറിയോ, ഇതൊരു റിങ് പോലെ ഫോം ചെയ്യുവാണേ. അപ്പൊ ഞാൻ എന്താ ചെയ്യുന്നത് അറിയോ, ഞാൻ ഇത് എന്റെ വീടാന്ന് വിചാരിക്കും. വീടിൽ മൊത്തം, അതായത് വീട്ടിൽ ഇവിടെ റൂം, ഓക്കെ. അതായത് ഇത് ചിലപ്പം എന്താ എന്റെ സിറ്റ് ഔട്ട് ആയിരിക്കും, ഇതൊരു ബെഡ്റൂം, ഇത് വേറൊരു ബെഡ്റൂം, ഇത് ഹോള്, ഇത് എന്താണ് ഒരു ഇത് മറ്റേ മുകളിലോട്ട് കയറുന്ന സ്റ്റെപ്പിന്റെ ഭാഗം, അതേപോലെ ഇത് അടുക്കള, ഇത് വർക്ക് ഏരിയ, ഇത് എന്താണ് 2 ബാത്റൂം, ഇത് എന്താണ് വേറൊരു റൂം. ഓക്കെ ആണല്ലോ. അപ്പൊ ഇങ്ങനെയാണ് അതിരിക്കുന്നതെങ്കിൽ ഞാൻ എന്ത് ചെയ്യുന്നറിയാമോ, ഞാൻ ഈ വീടിന് ചുറ്റിനും ഈ ലൈവ് വയറും ന്യൂട്രൽ വയറും എർത്ത് വയറും കൊണ്ടുപോകുന്നു. അതായത് ഇങ്ങനെ വട്ടത്തിൽ നോക്കിക്കോണം. ഞാൻ ലൈവ് വയറിന്റെ ഒരു കണക്ഷൻ തന്നെ ഇങ്ങനെ വരയ്ക്കുകയാണ്. മൊത്തം കണ്ടോ, ഇങ്ങനെ വട്ടത്തിൽ ഇങ്ങനെ കൊണ്ടുപോകുന്നു. അത് ഇവിടെ തുടങ്ങി ലാസ്റ്റ് എവിടെ തന്നെ വരും, ഇവിടെ തുടങ്ങി കണ്ടോ, ഇവിടെ തന്നെ വരും. അടുത്തത് ന്യൂട്രൽ വയറിന്റെയും അതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ അതുകൊണ്ട് ഇങ്ങനെ വീടിന് ചുറ്റിനും വയർ കൊണ്ടുപോകുന്നു. എന്നിട്ട് എന്താ, അതേപോലെ തന്നെ എർത്ത് വയറും അതേപോലെ തന്നെ വീടിന് ചുറ്റിനും നമ്മൾ എന്ത് ചെയ്യുന്നു, ഇങ്ങനെ കൊണ്ടുപോകുന്നു. ഓക്കെ, എന്നിട്ട് ഇതേന്നാണ് ഞാൻ കണക്ഷൻ എടുക്കാൻ പോകുന്നത്. അതായത് നിങ്ങൾക്ക് ഇനിയും ഇവിടെ ഒരു റൂം ഉണ്ടെന്നല്ലേ പറഞ്ഞത്, ആ റൂമിലേക്ക് നിങ്ങൾക്ക് കണക്ഷൻ കൊണ്ടുപോകണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, ഇവിടെ ഒന്ന് എടുത്താൽ മതി. അപ്പൊ ആ റൂമിനകത്ത് എല്ലാ സെറ്റപ്പുകളും നമുക്ക് ഇവിടെ കൺസിഡർ ചെയ്യാം. അതായത് എനിക്ക് ഇവിടെ ഒരു സോക്കറ്റ് വേണമെങ്കിൽ എന്ത് ചെയ്യാം, അല്ലെങ്കിൽ ഇവിടെ ഒരു ബൾബ് വേണമെന്നുണ്ടെങ്കിൽ കണ്ടോ, ഇതേന്നൊരു എന്താണ് വയർ കണക്ട് ചെയ്യുക. അതേപോലെ തന്നെ ഇതേന്ന് ഒരു വയർ എടുക്കുക, അതേപോലെ തന്നെ ഇതേന്നൊരു എന്താണ് എർത്ത് വയർ എടുക്കുക, ഇവിടെ ഒരു സോക്കറ്റ് കണക്ട് ചെയ്യുക. ഇപ്പൊ 3 കുഴികളാണ്, 3 കുഴികളിൽ ഒരു എർത്തിന്റെ കുഴി, ഒരു എന്താണ് ലൈവിന്റെ കുഴി, ലൈവ് എപ്പോഴും റൈറ്റ് സൈഡിലായിരിക്കും, ലൈവിന്റെ കുഴി, അതേപോലെ തന്നെ എന്താണ്
ഇത് ന്യൂട്രലിന്റെ വഴി. ഓക്കെ, എന്നിട്ട് അത് എന്താ പ്ലഗ് കണക്ട് ചെയ്തിട്ട് കഴിഞ്ഞാൽ എന്താണ്, അതേ കൂടെ നമുക്ക് ടിവിയോ എ സിയോ ഫ്രിഡ്ജോ എന്ത് വേണമെങ്കിലും അതേ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ കണക്ഷൻ പോകും. അങ്ങനെ ഇവിടത്തെ റൂമിലേക്ക് വേണ്ടി ഇവിടുന്ന് എടുക്കാം, ഇവിടത്തെ റൂമിലേക്ക് വേണ്ടി ഇവിടുന്ന് എടുക്കാം, ഇവിടത്തെ റൂം ഉണ്ടെങ്കിൽ ഇവിടുന്ന് എടുക്കാം, ഇവിടത്തെ റൂം ഉണ്ടെങ്കിൽ ഇവിടുന്ന് എടുക്കാം. മനസ്സിലായി? നിങ്ങൾ ആ പടം നിങ്ങൾ കൃത്യമായിട്ട് ഒന്ന് നോക്കിക്കോണം. അതായത് ഇവിടെ ഉദ്ദേശിക്കുന്നതെന്ന് പറയുമ്പോൾ ഒരു റിംഗ് രീതിയിൽ ഫോം ചെയ്യുന്നതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, സെപ്പറേറ്റ് കണക്ഷൻസ് നമുക്ക് എന്ത് ചെയ്യാം, റൂമിലേക്ക് എടുക്കാൻ പറ്റും എന്നുള്ളതാണ് ഇവിടുത്തെ ഈ റിംഗ് സിസ്റ്റത്തിന്റെ പ്രത്യേകത. അത് വലിയൊരു പടമാണ്, നിങ്ങൾ ആ ടെക്സ്റ്റിനകത്ത് നിങ്ങളുടെ ടെക്സ്റ്റിനകത്ത് നോക്കിയാൽ മതി. അപ്പൊ ഈ ഒരു രീതിയിൽ ഫോം ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്കറിയാലോ, അപ്പം ഇവിടുന്ന് ഓരോന്നിനകത്തും കണക്ട് ചെയ്യാം. ഇവിടെ എ സി കണക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടുന്ന് എ സി ഇങ്ങനെ എടുക്കാം, എ സിയുടെ ഈ 3 വരയിൽ നിന്ന് എടുത്താൽ മതി. അതേപോലെ ഇവിടെ അടുക്കളയിലെ കണക്ഷൻ, അടുക്കളയിലെ ഒരു ഫാന്, ഒരു ലൈറ്റ്, എന്താണ് അവിടെ എന്താണ് 2-3 ചെറിയ ചെറിയ സോക്കറ്റുകൾ ഇടണം. ഏതാ, മിക്സിയും ഇൻഡക്ഷൻ കുക്കറും മൈക്രോവേവ് ഓവനും ഒക്കെ ഇതാക്കാനുള്ള. അപ്പൊ അതെല്ലാം തന്നെ ഈ ഭാഗത്തു നിന്നാണ് എടുക്കുന്നത്. മനസ്സിലായോ? അപ്പൊ നിങ്ങൾക്ക് പുതിയ കണക്ഷൻ ഓപ്പൺ ചെയ്യണമെങ്കിൽ ഈ റിംഗിന്ന് വയർ എടുത്തിട്ട് കണക്ട് ചെയ്താൽ മതി. അതാണ് അതിന്റെ ഗുണം. അതാണ് റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? അത് ഞാൻ വരയ്ക്കുന്നില്ല, നിങ്ങൾക്ക് ജസ്റ്റ് മനസ്സിലാവാൻ വേണ്ടി വരച്ചെന്നേ ഉള്ളൂ. ഓക്കെ, ഇനി ഒരു ഡോട്ട് ഇട്ടിട്ട് ഒരു കാര്യം എഴുതുക. സെപ്പറേറ്റ് കണക്ഷൻസ് ഇടാ. നമുക്ക് ഫിസിക്സിനകത്ത് എത്ര ചാപ്റ്റർ പഠിക്കാനുണ്ടെന്ന് ബാക്കിയുള്ള സെപ്പറേറ്റ് കണക്ഷൻസ് ഈസ് ടേക്കൺ ഫോർ ഈച്ച് അപ്ലയൻസസ് from the live wire of the ring. ഇനി ഈ റിംഗ് സിസ്റ്റത്തിന്റെ അഡ്വാൻറ്റേജും കൂടെ പറഞ്ഞു തരാം. അത് അഡ്വാൻറ്റേജ് അടിപൊളി. അഡ്വാൻറ്റേജ് ഓഫ് ദ റിംഗ് സിസ്റ്റം റിംഗ് സിസ്റ്റത്തിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ അപ്ലയൻസസിനും നമുക്ക് സെപ്പറേറ്റ് ഫ്യൂസ് വെക്കാൻ പറ്റും. അതാണ്, സെപ്പറേറ്റ് ഫ്യൂസ് വെച്ച് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇപ്പൊ ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ, ഇപ്പം ഒരു അടുക്കളയുടെ ആ ഭാഗത്തെ കണക്ഷൻ വേണേൽ നിങ്ങൾക്ക് സെപ്പറേറ്റ് ഒരു സ്വിച്ച് വെക്കാം. അതായത് ഫ്യൂസ് വെക്കാന്ന് പറയുമ്പോൾ MCBനെയാണ് ഉദ്ദേശിക്കുന്നത്. ഞാൻ നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങളുടെ DBക്കകത്ത് അല്ലാതെ അടുക്കളയുടെ ഭാഗത്തല്ല ഇതൊന്നും വെക്കുന്നത്, എല്ലാം ആ DBക്കകത്ത്. ഇവിടെ ELCB വന്നു കഴിഞ്ഞാൽ ബാക്കി കണ്ടോ, ഇവിടെ ചെറിയ ചെറിയ ഫ്യൂസുകളാണ്, ഇതെല്ലാം MCBs ആണ്. അപ്പൊ ഇത് ചിലപ്പോൾ അടുക്കളയിലെ കൺട്രോൾ ചെയ്യുന്നതായിരിക്കും, ഇത് നിങ്ങളുടെ ബെഡ്റൂമിലെ ആയിരിക്കും, ഇത് മാസ്റ്റർ ബെഡ്റൂമിലെ ആയിരിക്കും, ഇത് എന്താണ് ഹോളിലെ ആയിരിക്കും, ഇത് ഡൈനിങ് റൂമിലെ ആയിരിക്കും, ഇത് എന്താണ് വർക്ക് ഏരിയയിലെ ആയിരിക്കും. കണ്ടോ, അങ്ങനെ സെപ്പറേറ്റ് ഫ്യൂസ് വെച്ചിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു അഡ്വാൻറ്റേജ്. രണ്ടാമത്തെ അഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് എന്താണ്, ഈ റിംഗ് സിസ്റ്റം മോഡലിൽ കണക്ട് ചെയ്യുന്നതുകൊണ്ട് ആവശ്യമുള്ള സോക്കറ്റിന്റെ ഒക്കെ സൈസ് സെയിം തന്നെ മതി. മനസ്സിലായോ? മാത്രമല്ല ഈ പവർ ഡിവൈസുകൾക്കൊക്കെ മാത്രം നമ്മൾ പ്ലഗിന്റെ ഒക്കെ ഒരു ചെറിയ എന്താണ്, അത് സെയിം തന്നെയാണ്, പക്ഷെ പവർ പ്ലഗ് ആണ് കണക്ട് ചെയ്യുന്നത്. അപ്പം അതിന്റെ ഒരു ചെറിയൊരു ഷേപ്പിനൊക്കെ അതിന്റെ ഹോൾസിന്റെ ഷേപ്പിനൊക്കെ കുറച്ച് വ്യത്യാസം കാണും. ഓക്കെ, അപ്പൊ അതെല്ലാം പറയാം, നോക്കിയോ. അപ്പൊ ഇത് എഴുതിക്കോ, ഒന്നാമത്തെ അഡ്വാൻറ്റേജ് എഴുതിക്കോ. ഇൻ ദ റിംഗ് സിസ്റ്റം the current from main can reach the individual appliances through two separate paths. അതായത് നമുക്കറിയാലോ, ഇപ്പൊ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇത് റിംഗ് ആണെങ്കിൽ ഈ ലൈവ് വയർ ഇവിടെ വന്നാൽ ഇവിടെ ഒരു എന്താണ്, ഇവിടെ ഒരു റൂമിലേക്ക് ആവശ്യമായിട്ടുള്ള കറണ്ട് ഇതുവഴിയും വരാൻ പറ്റും, അതേപോലെ ഇങ്ങനെ കറങ്ങി ഇങ്ങനെയും വരാൻ പറ്റും. മനസ്സിലായോ? അപ്പൊ രണ്ട് വഴി കൂടെയും വരാൻ പറ്റും എന്നുള്ളത് ഒരു അഡ്വാൻറ്റേജ്. ഓക്കെ, ഇനി നോക്കിക്കോളൂ. Thus each appliance get connected to the main normal main supply effectively
effectively through a thick wire ഒരു thick wire through മെയിനുമായിട്ട് ഇത് കണക്റ്റഡ് ആണ്. അങ്ങനെയാണെങ്കിൽ therefore the wire required for main ring is of lower current carrying capacity than that which would required for direct connection to the mains. This considerably reduces the cost of wiring. അതായത് നമുക്ക് വേണമെങ്കിൽ ഇപ്പൊ ഇവിടെ ഒരു റൂം ഉണ്ട്, ഇതാണ് നമ്മുടെ DB എങ്കിൽ ഇവിടെ നിന്ന് ഡയറക്റ്റ് ഇങ്ങോട്ടേക്ക് വേണേൽ കണക്ഷൻ എടുക്കാം. പക്ഷെ നമ്മൾ അങ്ങനെയല്ല ചെയ്യുന്നത്. നമ്മൾ DB-ന്ന് ഇങ്ങനെ ഒരു റിംഗ് ഫോം ചെയ്യുക അല്ലേ? ഈ റിംഗിൽ നിന്നാണ് കണക്ഷൻ എടുക്കുന്നത്. അപ്പൊ എന്താണെന്നറിയാമോ, നമുക്ക് ഈ വയർ വെച്ചിട്ട് ഡയറക്റ്റ് എടുക്കുവാണെങ്കിൽ നമുക്ക് ഓരോ റൂമിലേക്കും ആവശ്യമായിട്ടുള്ള വയറുകളുടെ എണ്ണവും അതേപോലെ തന്നെ അവിടുത്തെ ആംബിയർ റേറ്റിംഗും ഒക്കെ നല്ല കൂടുതലായിട്ട് വയറിന്റെ ഒക്കെ പൈസ കോസ്റ്റ് ഓഫ് വയറിംഗ് ഭയങ്കര കൂടും. എന്നാൽ ഇവിടെ നമ്മളൊരു തിക്ക് വയർ വെച്ചിട്ട് ഇതൊരു റിംഗ് ഫോം ചെയ്തിരിക്കുകയാണ്. ഇനി ഇവിടുന്ന് നമുക്ക് എടുത്താൽ മതി കാര്യങ്ങളെല്ലാം, മനസ്സിലായി? അതുകൊണ്ട് തന്നെ നമുക്ക് എന്താ കോസ്റ്റ് ഓഫ് വയറിംഗ് കുറയ്ക്കുകയും ചെയ്യാം. അതായത് നമുക്ക് എന്താണ് മെയിൻ റിംഗില് ലോവർ കറണ്ട് ക്യാരിങ് കപ്പാസിറ്റി ഉള്ള വയർ ഉപയോഗിച്ചാൽ മതി. ഏതിനെ? ഡയറക്റ്റ് ആയിട്ട് നമ്മൾ ഇത് കണക്ട് ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്നതിനെക്കാട്ടിലും കുറച്ചുകൂടെ ലോവർ കറണ്ട് ക്യാരിങ് കപ്പാസിറ്റി ഉള്ള വയർ ഉപയോഗിച്ചാൽ മതി റിംഗ് ഷേപ്പിൽ ഫോം അല്ലെങ്കിൽ റിംഗ് ഫോം ചെയ്യുവാണെങ്കിൽ, മനസ്സിലായി? ഡയറക്റ്റ് ആയിട്ട് ഓരോ റൂമിലോട്ടും അവിടുന്ന് കറണ്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ കുറെ കൂടെ എന്താണ് കറണ്ട് ക്യാരിങ് കപ്പാസിറ്റി ഉള്ള വയർ വേണം എടുക്കാനായിട്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ കോസ്റ്റ് ഓഫ് വയറിംഗ് കൂടുന്നുണ്ടാവും. അത് നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം, ഒഴിവാക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഒന്നാമത്തെ അഡ്വാൻറ്റേജ്. രണ്ടാമത്തെ അഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോഴത്തേക്കും ഈച്ച് appliance has separate fuse. അപ്പൊ നമുക്ക് ഏതെങ്കിലും ഒരു റൂമിലെ അപ്ലയൻസസിനോ അല്ലെങ്കിൽ ഇതിനോ കംപ്ലൈന്റ് വന്നു കഴിഞ്ഞാൽ ആ ഫ്യൂസ് മാത്രം ഓഫ് ആക്കിയിട്ട് കഴിഞ്ഞാൽ ബാക്കിയുള്ള എല്ലാം വർക്ക് ചെയ്തുകൊണ്ട് അതിനെ നമുക്ക് മാറ്റാൻ പറ്റും എന്നുള്ളതാണ് അവിടുത്തെ രണ്ടാമത്തെ അഡ്വാൻറ്റേജ്. മൂന്നാമത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പം അത് വേണമെങ്കിൽ ബാക്കി എഴുതിക്കോണം. therefore if due to some fault the fuse of one appliance burns and it does not affect the operation of other ഓക്കെ, ഞാൻ ഇന്ന് ഇങ്ങനെ അങ്ങ് നിർത്തുകയാണ്. എനിക്ക് അടുത്ത ക്ലാസ് തുടങ്ങാൻ സമയമായി. അപ്പം